നീ? കണ്ണുനീരിനൊരു കഥ പറയുവാനുണ്ട്, വർണ്ണമഴ പോലെ പെയ്യുകില്ലേ. ഹൗസിംഗ് ബോർഡിന്റെ പ്രധാനപ്പെട്ട സ്ഥലമായ ചുവരിൽ സ്വന്തം പാർട്ടിയുടെ അവകാശം വരുവാനായി സഖാവ് കണ്ണൻ ആളെ കൂട്ടി. ആളിനെ കൂട്ടിയാ നമ്മളും കൂടെ പോകും. എന്താ ഇന്ന് തുടങ്ങിയ പകയത്? അവന്റെ നിഴൽ പോലും നമ്മൾ കാണാൻ പാടില്ല. അവന്റെ പാർട്ടിയുടെ പ്രവർത്തനത്തെക്കാൾ നമ്മുടെ പ്രവർത്തനം കണ്ടിട്ട് ഈ മണ്ഡലം നമുക്ക് ഒതുക്കിയെടുക്കണം. എന്താ ശരിയല്ലേ? ശരിയാട്ടാ. നാളെ തന്നെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ നോക്കണം. ഈ മണ്ഡലത്തിലെ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നേതാവ് JDF യുവമോർച്ചയുടെ സ്ഥാനാർത്ഥിയുമായ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട സഖാവ് മുരുകനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പാർട്ടിയുടെ പൊതു സഹപ്രവർത്തകരെ, നിങ്ങൾ ഓരോരുത്തരെയും ഈ സായാഹ്ന വേളയിൽ ഈ പാർട്ടി യോഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇരു പാർട്ടികളും ഒത്തുചേരാൻ തീരുമാനിച്ചതിൽ അത്യധികം സന്തോഷമുണ്ട്. അതിന്റെ മുന്നോടിയായി ഇന്ന് ഈ വേദിയിൽ വെച്ച് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നേതാവ് കണ്ണൻ സാർ, നേതാവ് മുരുകന് ഈ വേദിയിൽ വെച്ച് പൊന്നാട അണിയിക്കുന്നു. മതി, വഴക്ക് കൂടിയെല്ലാം മതി. നമ്മുടെ പാർട്ടി ഒന്നാകുന്നതല്ല പ്രധാനം, നമ്മൾ ഒന്നാകണം, നമ്മുടെ മനുഷ്യരൊന്നാകണം. നമ്മളെല്ലാം ചേർന്ന് ജനങ്ങൾക്ക് നല്ലത് ചെയ്യണം. ഞാൻ പോകുന്നു. എന്റെ ദൈവമേ, നടന്നതൊക്കെ മറന്നു ഒന്നായിട്ട് അതേ പാർട്ടി തന്നെ കൂട്ടുചേരുക. ഇതൊക്കെ എന്തൊരു ന്യായവാ. ഞാനല്ലല്ലോ പോയത്, അവൻ ഇങ്ങോട്ട് വരികയല്ലായിരുന്നു. മുകളിൽ നിന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കും. അത് മറികടക്കാൻ പറ്റുമോ? കൂട്ടണിയാണെന്നും പറഞ്ഞ് അവന്റെ കാല് പിടിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. ശത്രു എന്നും ശത്രു തന്നെയാ. മുരുകണ്ണന് ജയിക്കാൻ എല്ലാവരുടെയും വോട്ട് വേണം. എത്ര നാളെന്ന് വെച്ചിങ്ങനെ വെട്ടും കുത്തുമായിട്ട് ഒരുത്തരം ഞാൻ വിടില്ല. എന്റെ അച്ഛൻ മരിക്കാൻ കാരണം യുവമാരാ ആർത്ത് കൊല്ലു ഞാൻ. ഇവിടെ ഒരു പാർട്ടിയുടെ കോടിയും കുത്താൻ പാടില്ല. ചോര കളവാക്കും ഞാൻ. വരുന്നടാ വല്യമ്മേ, സഖാവ് മുരുകന് വോട്ട് ചെയ്യണം കേട്ടോ. നമ്മളാണ് പുള്ളിക്കാരനെ ജയിപ്പിക്കേണ്ടത്. മുരുകണ്ണന് തന്നെ വോട്ട് ചെയ്തേക്കണം. ഇതങ്ങ് കഴിക്കടാ. ഇനിയൊക്കെ നമ്മളല്ലേ. എല്ലാവർക്കും ചേർന്ന് അടിച്ച് പൊളിക്കാം. എന്നാ കൊടുക്ക്. ഇതാ ശരി മച്ചാ, എന്നാ പോയി ആഘോഷിക്കേ. പിന്നെ കാണാം. നിങ്ങളുടെ വോട്ട്, നിങ്ങളുടെ വോട്ട്, നിങ്ങളുടെ വോട്ട്, നിങ്ങളുടെ വോട്ട്. അദ്ദേഹം എന്തി? ചേട്ടൻ മോളിൽ വെയിറ്റ് ചെയ്യുവാ. ആ ശരി ശരി, വെയിറ്റ് ചെയ്യും. ഞാനിപ്പോ വരാം. അകത്തുണ്ട്. ആരുമില്ല ചേട്ടാ, വേഗം പോയിക്കോ. നമസ്കാരമുണ്ട്. ആ ഇരിക്കേ. ഇതാ എടുത്തോ മുരുക. പാർട്ടി പണം തന്നെയാ. ഇലക്ഷനൊക്കെ ചെലവില്ലേ, പ്രയോജനപ്പെടും. വേണ്ടേട്ടാ, എനിക്ക് അവകാശപ്പെട്ടത് മാത്രം മതി. ഞാൻ വീട്ടിലെങ്ങും കൊണ്ടുപോകാൻ പോകുന്നില്ല. എന്താ വല്ലാത്ത നാണമാണല്ലോ. അകത്ത് പോവാം. സാർ ഓൾറെഡി ഉള്ളിൽ റിസർവ്ഡ് ആണ്. സാർ വേറെ ടേബിളിൽ ഇരിക്കണം. ഇരിക്കെ. എന്നെ കണ്ടില്ലേ എങ്ങനെയായെന്ന്? എങ്ങനെ ഉണ്ടായിരുന്നതാ? അത് മനസ്സിലായി. നിങ്ങളും പഴയ പോലെ അല്ല. അതൊക്കെ പോട്ടെ, ഇപ്പൊ ഇത് കഴിക്ക്. കഴിക്ക് മുരുക. എന്തെങ്കിലും പറഞ്ഞോട്ടല്ലോ. എല്ലാവരുടെ മുമ്പിൽ വെച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ. സോറി. എന്താടി കളിയാക്കുവാണ് നീ? അടിച്ച് പല്ല് താഴെയിടും ഞാൻ. എടീ, ഓവറായിട്ട് ചെയ്യല്ലേ. ഇങ്ങനെ മയക്കി എടുത്തല്ലേ. ഇന്നാ മുരുക എടുത്തോ. എനിക്ക് വേണ്ട ഏട്ടാ, വേണ്ട. നീ ആരാണ്? എന്റെ മോനാണോ മരുമോനാണോ? ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ തരുന്നത്. ഈ പാർട്ടിയും പദവിയും ഉത്തരവാദിത്തങ്ങളൊക്കെ ഒഴിയേണ്ട സമയമായി. നീ വളരണം മുരുക. ഈ പണം എന്റെ കൈ കൊണ്ട് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നീ തന്നെ കൊടുക്കുന്നതാണ്. ചേട്ടോ, ഇതാ എനിക്ക് ഇഷ്ടമുള്ളത്.
മുടിഞ്ഞ മുടിഞ്ഞ ഡയലോഗാ. ഏട്ടോ, നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഞാൻ ചെയ്യണം. എന്താ ഞാൻ ചെയ്യണ്ട പറ. ചോദിക്കേട്ടാ ചേട്ടാ, ചോദിക്കാൻ എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാ. ചോദിക്കേ, എന്താ വേണ്ടേ? എനിക്കെന്തിനാ മുരുക? ആ ചുമരിൽ എന്റെ അച്ഛന്റെ പടം പുതിയതായിട്ട് വരയ്ക്കണം. ഒരു കുഴപ്പവും ഇല്ലാതെ നീ വിചാരിച്ചാൽ സാധിക്കും മുരുക. ഇനി ആർക്കെ പുരത്തെ MLA നീയാണ് മുരുക. ജയിച്ചിരിക്കും മുരുക. ആ പിന്നെന്താ? ഞാൻ പറഞ്ഞില്ലേ എന്ത് പറ്റിയടാ? നീ എവിടെ പോവാ? നോക്കിയിരിക്കാതെ വാരി എടുത്ത് കഴിക്കേ. അതെടുക്ക്. വേണ്ട കാർത്തികേ, ഞാൻ ഫാമിലിയോട് വന്നിരിക്കുക. എനിക്കൊന്നും അറിയില്ല. എന്താ ചേട്ടാ? ചേട്ടാ, ഞാനൊന്നും ചെയ്തില്ല. മുരുകനെന്നാ എല്ലാം പറഞ്ഞത്. ഞാൻ സഹായിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കൊന്നും അറിയില്ല. എന്നെ വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്. ചേട്ടാ, അയ്യോ, നിക്ക്, നിക്ക്. എന്താന്ന് നോക്ക്. അതേതോ പിള്ളേരെ ചേട്ടാ. അയ്യോ, എന്നെ എന്തിനാ അടിക്കുന്നേ? നിന്റെ അനിലെ കൊല്ലാൻ വേണ്ടി സ്കെച്ചിട്ടത് ആ മുരുകനാ. അവനോട് ചോദിക്കേ. ചുവരെടുത്തോ ചേട്ടാ, എടുത്തോന്നേ. അത് നിങ്ങളുടേതാ. എനിക്ക് ഈ സീറ്റ് കിട്ടാനുള്ള കാരണക്കാരനാരാ? എല്ലാം ഈ ചേട്ടൻ തന്നെയാ. എടുത്തോ ചേട്ടാ, ആ ചോരങ്ങ് എടുത്തോ. ആരും എതിർക്കത്തില്ല. എതിർത്താ ഞാൻ അവന്മാരെ കൈയും കാലും വെട്ടും. എടുത്തോ ചേട്ടാ. എന്റെ മകന്റെ തല ചിതറിക്കിടക്കുന്നടാ. ഒരേ ഒരു മകനായിരുന്നടാ എനിക്ക് വേണ്ടി ചെയ്യേണ്ട മുരുക. അവൻ നിനക്ക് വേണ്ടി ആയിരിക്കണം മരിക്കേണ്ടത്. നീ വിചാരിച്ചതെല്ലാം നടന്നിരിക്കും മുരുക. നിന്റെ കൂടെ ഞാനുണ്ട്. ആ, കാർത്തിക് എന്റെ കൂടെ തന്നെ ഉണ്ട്. ആ